പരുത്തിക്കാട് ഇന്നലെ നമ്മുടെ ചർച്ചയുടെ ഭാഗമായി 2 ദിവസം മുമ്പ് നടത്തിയ ഒരു പരാമർശത്തെ കുറിച്ച് ഒരുപാട് പ്രതികരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലുണ്ട്. വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി അവിടെ താമസിക്കാൻ പോകുന്ന അന്തേവാസികളെ കുറിച്ച് മോശമായി പ്രചരിപ്പിച്ചു എന്ന മട്ടിലാണ് പ്രചരണം. യഥാർത്ഥത്തിൽ അത് സർക്കാരിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചർച്ചയിലെ ഒരു ഭാഗം മാത്രമാണ് അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് എന്നതാണ് വസ്തുത. അതിൽ സ്മൃതി പ്രേക്ഷകരോട് സംസാരിക്കും. സ്മൃതി സംസാരിക്കുന്നതിന് മുമ്പ് അടർത്തിയെടുത്തിട്ടാണ് അത് പ്രചരിപ്പിച്ചത് എന്ന് പറയുന്ന അരുൺകുമാറിനുള്ള ഒരു മറുപടിയായിട്ടാണ് നിങ്ങളിത് എടുക്കേണ്ടത്. കൃത്യമായിട്ട് കേൾക്കുക, എന്താണ് ഈ സ്മൃതി പരുത്തിക്കാട് നമ്മുടെ ആ പാവം വയനാട്ടുകാരെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞത്. ഇതാണ്. രൂപ ഖജനാവിലേക്ക് നൽകിയിട്ടും വീട് പണിത് കൊടുത്തു, അതിലേക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് 13 പേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്കുക, കാലിൽ തൊട്ട് വധിക്കുക, എന്നിട്ട് വരൂ അന്ന് തന്നെ അപ്പോൾ തന്നെ ഇപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ അരുൺകുമാർ, നിങ്ങൾ വയനാട്ടുകാരെ അപമാനിക്കരുത് എന്ന് അവരെ താക്കീത് ചെയ്തിട്ടുണ്ട്, സ്മൃതിയെ താക്കീത് ചെയ്തിട്ടുണ്ട്. സ്മൃതി അന്ന് ഈ ചാനലിൽ നിന്ന് മാറി നിന്നതാണ്. ഇപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി അവർ വന്നിട്ടുണ്ട്. ഞാനിതിനെ പറയുക ന്യായീകരണം എന്ന് മാത്രമാണ്. കാരണമുണ്ട്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കഴിയുമെങ്കിലും കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ സ്മൃതിയുടെ ന്യായീകരണം കേൾക്കാം. പ്രചരിപ്പിക്കുന്നത് എന്നതാണ് വസ്തുത. അതിൽ സ്മൃതി പ്രേക്ഷകരോട് സംസാരിക്കും. പ്രതികരണങ്ങൾ എന്നല്ല പറയേണ്ടത്, ഒരുപാട് അവഹേളനം എന്നുള്ളതാണ്. അന്തസ്സില്ലാത്ത ഭാഷയിലുള്ള പ്രതികരണങ്ങൾ. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാനടക്കമുള്ള ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. സ്മൃതിക്ക് അത് അന്തസ്സില്ലാത്ത പ്രകടനമാണ്, അല്ലെങ്കിൽ അന്തസ്സില്ലാത്ത പ്രതികരണമാണ്. ഇപ്പോഴും ലെവലേശം പോലും അഹങ്കാരം കുറഞ്ഞിട്ടില്ലെന്നാണ് എനിക്കൊക്കെ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക്, പ്രേക്ഷകർക്ക്, നിങ്ങളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴും അവർ പറഞ്ഞ ആ ഒരു വൃത്തികെട്ട ന്യായീകരണത്തെ പുറത്ത് അവിടെ മരിച്ചുപോയ ആ പാവം വയനാട്ടുകാരെ അപമാനിച്ചുകൊണ്ട് അവർ നാടകം കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ ആ വാക്കിനെ അവരിപ്പോഴും നാടകം കളി എന്ന് തന്നെയാണ് അവർ കരുതുന്നത് തോന്നുന്നു. എന്തായാലും ഇവരെ പറയുന്ന ന്യായീകരണം എന്തെന്ന് കേട്ടിട്ടോ ഒന്ന് പറയാണ്ട്. തൊട്ട് അർജുൻ നായങ്കി വരെയുള്ളവരുടെ നിലവാരമുള്ളതും നിലവാരമില്ലാത്തതുമായ ആ തലത്തിലേക്ക് കടന്നു പോകുന്ന പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് അവരോടൊന്നും സംസാരിക്കാനില്ല, അവരോടൊന്നും പ്രതികരിക്കാനുമില്ല. എനിക്ക് ആകെ പറയാനുള്ളത് ഈ പറയുന്ന വയനാട്ടിലെ ജനങ്ങളോടാണ്. അവിടെ വീടും ഉറ്റവരെയും നഷ്ടപ്പെട്ടവരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആ ദുരന്തം ഉണ്ടായതിന്റെ തൊട്ടടുത്ത മണിക്കൂറിൽ അവിടേക്ക് പോയവരാണ്. ആ എഡിറ്റോറിയൽ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. ഇടത്ത് അവിടുന്ന് ഞങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് തെരഞ്ഞു നോക്കുന്ന ആളുകളെ ഞാനും ശ്രീയാൻജോയുമാണ് ആ ഭാഗത്ത് നടന്നു പോയത്. മരണത്തിന്റെ മണം ഇപ്പോഴും കണ്ണടച്ചാൽ നമുക്ക് കിട്ടും. അവിടെ കയ്യും കാലുമായി ബാക്കി വന്നവരും ഉണ്ടായിരുന്നു. വൈകാരികമായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കരച്ചിൽ വക്കോളം എത്തിയിട്ടുണ്ട് നമ്മുടെ സ്മൃതി പരുത്തിക്കാട് കേട്ടോ. കണ്ടിരിക്കാൻ വയ്യ. ഏതെങ്കിലും തരത്തിൽ വയനാട്ടിലെ ദുരിതബാധിതരായ മനുഷ്യരെ ചേർത്തു പിടിക്കാനല്ലാതെ ഈ നിമിഷം വരെയും റിപ്പോർട്ടർ ചാനൽ മറിച്ചൊരു നിലപാടെടുത്തിട്ടില്ല. ഒരു മിനിറ്റ് സ്മൃതി പരുത്തിക്കാട് മാപ്പ് പറയുന്നുണ്ടോ ഈ വീഡിയോയിൽ? ഒന്ന് കണ്ടോക്കാം. ഞാൻ പൂർത്തിയാക്കാം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ചെയ്ത കാര്യങ്ങൾ, അത്രയും ദിവസം നിന്ന് ആ സ്കൂളിനടിയിൽ കിടക്കുന്ന ആ മരങ്ങളൊക്കെ എടുത്തു മാറ്റി അതിനിടയിൽ ഈ ഒരു ജീവൻ ഉണ്ടാകുമോ എന്ന് ആ തിരച്ചിലിൽ നമ്മളും അതിന്റെ ഭാഗമായി കൂടിയവരാണ്. അതിനുശേഷം ഇങ്ങോട്ട് വന്നതിന് ശേഷം ഓരോരുത്തർക്കും സഹായം കിട്ടുന്ന കാര്യത്തിൽ നമ്മൾ ഓരോ ബുള്ളറ്റിലും ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മുന്നോട്ട്. ഞാൻ ഓരോരുത്തരുടെയായിട്ട് പറയേണ്ടതില്ല, ഈ ചാനൽ എന്ന നിലയ്ക്ക് ചെയ്താണ്. ഞാൻ സ്വന്തം നിലയ്ക്ക് പറയുന്നത്, ഞാൻ രാഷ്ട്രീയമായ പ്രതികരണമാണ് നടത്തിയത്. നോക്കൂ, സർക്കാർ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ സർക്കാരിന്റേതായ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത്. ആ ഉത്തരവാദിത്തം എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, ഇവർക്ക് അവരെ ആ ഒരു നാടകം കളിക്കാൻ വേണ്ടി അവരെ കൊണ്ടുവന്നു എന്നത് അവർ പറഞ്ഞ വാക്കിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതോ വയനാട്ടുകാരോട് നിങ്ങൾ മാപ്പ്, എനിക്ക് തെറ്റുപറ്റി, ക്ഷമിക്കുക എന്ന് പറയുന്ന മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള വാക്ക് പറയാൻ സ്മൃതി പരുത്തിക്കാട് തയ്യാറാകുന്നുണ്ടോ എന്ന് മാത്രമാണ് ഞാൻ എന്നുള്ള പ്രേക്ഷകൻ നോക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് വീഡിയോ കാണണേ. നിറവേറ്റുക എന്നുള്ളത്
അതൊരു ഔദാര്യം എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സഹായങ്ങൾ ചെയ്യുന്നു, ഇത്രയും ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നു, നമ്മൾ ഓരോരുത്തരും നൽകിയ തുകയാണ്, നമ്മൾ ഓരോരുത്തരും നൽകിയ സഹായമാണ്. ആ സഹായത്തിൽ വീടുകൾ ഉയരുമ്പോൾ ആ വീടുകൾ ഞങ്ങളിതാ തന്നു, ഞങ്ങളിതാ കൊടുത്തു എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഒന്നോ രണ്ടോ തവണ പറയുന്ന പോലെയല്ല. ഏതെങ്കിലും ഒരു മന്ത്രിയെയും ഒരാളെ ചൂണ്ടിക്കാട്ടി ഇത് എന്തുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു നിങ്ങൾക്ക് മനസ്സിലായോ? കോൺഗ്രസ്സുകാര് അപ്പുറത്ത് 130ഓളം പേർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കല്ലിട്ട് പോയതല്ലാതെ ആ കല്ല് പോലും ഇപ്പോൾ കാണാനില്ല. അത് മാത്രമല്ല, ഇതേ കോൺഗ്രസ്സുകാര് ഇതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രളയവും മറ്റൊക്കെ ഉണ്ടായ സമയത്ത്, സുനാമി ഉണ്ടായ സമയത്ത് ഇതേപോലെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ നമുക്കറിയാം. അത്തരം ചരിത്രങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ് പറഞ്ഞ വാക്ക് പാലിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിന് കൈയടിക്കാനും സാധാരണ ജനങ്ങൾ ഉണ്ടാകും അഭിമാനത്തോടെ എന്നുള്ളത് സ്വാഭാവികം. അതിനെ അപമാനിക്കുന്ന തരത്തിൽ ആരെങ്കിലും ഇറങ്ങി വന്നാൽ ആ പാവപ്പെട്ട സാധാരണപ്പെട്ട ജനങ്ങൾക്ക് തീർച്ചയായിട്ടും താങ്കൾ പോലുള്ള ആളുകളുടെ വാക്കുകളെ 5 പൈസയ്ക്ക് വില കൊടുക്കാൻ തോന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എതിർക്കുന്നത്. കേൾക്കാം. ഞാൻ പറയുന്നത് ഈ ഒരു പൊതുവായ സമീപനത്തെയാണ് ഞാൻ പറയുന്നത്. ഭരണകൂടത്തിന്റെ സമീപനത്തെ ഞങ്ങൾ കൊടുത്തില്ലേ, ഞങ്ങൾ തന്നില്ലേ എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം, അതൊരു ശരിയായ സമീപനമല്ല. അപ്പോൾ ഇവരൊക്കെ തന്നെയും ഞങ്ങൾക്ക് കിട്ടിയവരല്ലേ. അതായത് ഇവിടെ കൊടുക്കാത്തവരെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. കൊടുത്തവരത് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാവുകയില്ലേ വേണ്ടത്? ഒരുപക്ഷെ നമ്മുടെ ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവൺമെൻറ് അവരുടെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്വപ്ന പദ്ധതി നിർമ്മിച്ച് നൽകുന്നത്. നിങ്ങൾ ആ ഊരിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, ഒരു വലിയ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, നിങ്ങൾ ഒരുമിച്ച് താമസിച്ചാൽ മതി എന്ന് പറയുന്ന നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഒപ്പം തന്നെയാണ് സർക്കാർ എന്ന് പറയുകയും അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചും കൊടുക്കുന്നത്. അത് കേരള ചരിത്രത്തിൻ്റെ, ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ, ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. അതിനെ അഭിനന്ദനം എന്ന് പറയുന്ന ഒരു സിമ്പിൾ വാക്ക് കൊണ്ട് പോലും താങ്കൾക്ക് അതിനെ മൂടാനാകുന്നില്ലെങ്കിൽ കേൾക്കാം. ഞങ്ങൾക്ക് തന്നതല്ലേ എന്ന രൂപത്തിൽ, അതൊരു കൈനീട്ടമായി വാങ്ങുന്നു എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നൊരു തോന്നലിലേക്ക് അവർ എത്തുന്നതും ശരിയായ സമീപനമായി എനിക്ക് തോന്നുന്നില്ല. അവരുടെ അവകാശമാണ്, അവർ നന്നായി ജീവിച്ചവരാണ്, അവർക്ക് വീടുണ്ടായിരുന്നു, ഉറ്റവരുണ്ടായിരുന്നു, ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവരാണ്. അപ്പൊ അത് കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. സർക്കാരിന് ബാധ്യതയാണ്. ആ ബാധ്യതയിൽ നിന്ന് മാറി അതൊരു ഔദാര്യം എന്ന സമീപനത്തിലേക്ക് മാറുന്നതിനെയാണ് ഞാൻ വിമർശിച്ചത്. അങ്ങനെയാണ് എനിക്ക് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ധർമ്മടത്തേക്ക് ഈ പറയുന്ന ദുരന്തബാധിതരായ കുറച്ചാളുകൾ അവിടേക്ക് പോയി മുഖ്യമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന രൂപത്തിൽ കാണുന്നതിന് രാഷ്ട്രീയമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്റ്റണ്ട് ആയിട്ടാണ് ഞാൻ കണ്ടത്. ആ കൊണ്ടുപോയവരെയാണ് ഞാൻ പറഞ്ഞത്. നാടകം എന്ന് ഞാൻ ഉപയോഗിച്ച വാക്ക് അവിടുത്തെ ദുരന്ത ബാധിതർക്കെതിരെ ഉപയോഗിച്ച വാക്കായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും മോശമായ രീതിയിൽ ആക്ഷേപം എന്നോട് നടത്തുന്നുണ്ട്. അതിൽ ആ 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ആ അമ്മയോട് ഞാനിന്ന് സംസാരിച്ചു. അവർക്കാർക്കും എന്നോട് പരാതിയില്ല. അത് വേറെ രൂപത്തിൽ ആക്കിക്കൊണ്ട് പാർട്ടി ചാനലിൽ തന്നെ അത്തരം ചോദ്യം ചോദിച്ചുകൊണ്ട് അവരെ കരയിച്ചുകൊണ്ട് കൊടുക്കുന്ന ബൈറ്റുകൾ, അതിനുശേഷം വന്നിരിക്കുന്ന ആക്ഷേപം നിറഞ്ഞ പ്രതികരണങ്ങൾ, അതിനോട് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ ഈ പറയുന്ന ആക്ഷേപിക്കുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ഈ ചൂരൽമലയിലെയും മുണ്ടക്കയിലും ദുരന്തബാധിതരോട് മാത്രമേ പറയാനുള്ളൂ. അന്നും നിങ്ങൾക്കൊപ്പമാണ്, ഇന്നും നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾക്ക് ഈ വിഷുദിനത്തിൽ നിങ്ങൾ വാടക വീട്ടിലാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വീടുകളിൽ വെള്ളവും വൈദ്യുതിയും അടക്കമുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ. ഈ 400-ലധികം വരുന്ന കുടുംബങ്ങൾക്കും അവിടെ താമസിക്കാനാകുന്ന ദിവസമാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. അതിനൊപ്പമാണ് ഞാനത്. അപ്പോഴും നമ്മുടെ LDF ഗവൺമെന്റ് ഒരു കുത്ത് കൊടുത്തിട്ടാണ് പറഞ്ഞത് അവർക്ക് വെള്ളവും വൈദ്യുതിയും കിട്ടട്ടെ എന്ന്. അവർക്ക് ജീവിക്കാൻ മാസാമാസം 25,000 രൂപ ഇതേ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെന്ന് സ്മൃതി പരുത്തിക്കാട്ടിനറിയാം. പക്ഷെ അവർ മിണ്ടില്ല. അവർക്കൊരു കുഴപ്പമില്ല. ഈ ഒരു വിഷുദിനത്തിൽ കയറി താമസിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് ഇലക്ഷനും മറ്റും ബന്ധപ്പെട്ട് അത് സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിലും അവർക്കിട്ടിട്ടും ഒപ്പം തന്നെ ഈ ഗവൺമെന്റിട്ടും കുത്തുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ മാപ്പ് പറഞ്ഞിട്ടില്ല. അവർക്കിപ്പോഴും ഒരു ഖേദവുമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയുടെ സൈഡിൽ ഒരു ഫോട്ടോ കാണുന്നുണ്ടായിരിക്കും. ഒരു ഫോട്ടോ, അവിടെ ആ ഒരു ഫോട്ടോയിൽ ഒരു കല്ലറയാണ്, 3 കുഞ്ഞുങ്ങളെ കല്ലറയാണ്. ആ 3 കുഞ്ഞുങ്ങളെ കല്ലറയിൽ സൂക്ഷിച്ചു നോക്കൂ നിങ്ങൾ. അവിടെ നിങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ കാണാം. കുറച്ചു മുമ്പ് സ്മൃതി പറഞ്ഞ ആ ഒരു അമ്മയില്ലേ, ആ അമ്മയുടെ 3 കുഞ്ഞുങ്ങളാണ് അവിടെ കിടക്കുന്നത്. ആ ഉരുൾപൊട്ടലിൽ ആ അമ്മയ്ക്ക് ആ 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടത്. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇതേ അരുൺകുമാർ ആ ഒരു വയനാട്ടിലേക്ക് ഇലക്ഷൻ പ്രവർത്തനവുമായിട്ട് പോയ സമയത്ത്
അവിടെ ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനുണ്ട്. അച്ഛനോട് ചോദിച്ചു, നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ള വീട്ടിൽ നിങ്ങൾ പോവാറില്ലേ? ആ അച്ഛൻ പറഞ്ഞത്, ഞാനവിടെ പോവാറുണ്ട്, ബാക്കിയുള്ള സമയത്ത് മുഴുവൻ കുട്ടികളൊപ്പാണ് ഇരിക്കാറ്. അത് കേൾക്കുമ്പോൾ സാധാരണ ഒരു കാഴ്ചക്കാരൻ, ആ രക്ഷിതാവിനെ ആ അച്ഛനെ അറിയാത്ത സാധാരണ ഒരു കാഴ്ചക്കാരൻ ചിന്തിക്കുക, കുഞ്ഞുങ്ങളൊപ്പമാണ് പോയിരിക്കുന്നത്. ഒരുപക്ഷെ കുട്ടികളൊപ്പം കളിക്കുകയായിരിക്കാം, സ്കൂളിൽ പോയ കുട്ടികളെ കാത്തിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അവരൊപ്പം എങ്ങടിയിലൊക്കെ കളിക്കാൻ പോയിരിക്കാം, ഉല്ലാസയാത്രയ്ക്ക് പോയിരിക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാം. പക്ഷേ ആ കുഞ്ഞുങ്ങളൊപ്പമാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശവക്കല്ലറയ്ക്കരികിലാണ് ആ രക്ഷിതാക്കൾ മിക്ക സമയം ചെലവഴിക്കുന്നത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആ അമ്മയാണ് തന്നെ ചേർത്ത് പിടിച്ച, തങ്ങൾക്ക് വീട് നൽകാൻ തയ്യാറായ, ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നേ. അതുകൊണ്ട് തന്നെ കെ രാജ് എന്ന് പറയുന്ന ആ മിനിസ്റ്റർ അടുത്തറിയുന്ന ആ അമ്മയ്ക്ക് തോന്നിയത് അവരൊന്ന് ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു ആലിംഗനമായിട്ട് നമുക്കതിനെടുക്കാം. തനിക്ക് പരിചയമില്ലാത്ത ആ ആളിനെ ചേർത്ത് പിടിക്കാൻ കെ രാജ് എന്ന് പറയുന്ന മനുഷ്യന് സാധിക്കുന്നത് കമ്മ്യൂണിസത്തിൻ്റെ സൗന്ദര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ആലിംഗനത്തെ അശ്ലീലമായിട്ട് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആലിംഗനം ഞാൻ വീണ്ടും 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 ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്കൂ. ജയിച്ചിട്ട് അമ്മ പറയുന്നത്, ജയിച്ചിട്ട് രാജൻ മിനിസ്റ്റർ എൻ്റെ മക്കളടുത്തേക്ക് ഒന്നുകൂടെ വരണമെന്ന് പറയുന്നത്, മക്കൾ അവിടെ ഇല്ല, കാണാനില്ല, മണ്ണിനടിയിലാണ്. ആ ശവക്കല്ലറയിൽ നിങ്ങളൊന്ന് വന്ന് നിൽക്കണമെന്നാണ് ആ അമ്മ ആവശ്യപ്പെടുന്നത്. ആ അമ്മയെ അടക്കമുള്ള ആളുകളെയാണ് ഈ സ്മൃതി പരുത്തിക്കാട് നാടകം കളിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അതിന് ആ അമ്മ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു. സങ്കടം തോന്നി. എന്താ വെച്ചാൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്, അല്ലാണ്ട് ആരും പറയിപ്പിച്ചിട്ട് വന്നതല്ല. കരയാൻ പാടില്ല. അന്ന് പോയത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടായിരുന്നോ? ഒരിക്കലല്ല, എനിക്ക് അവരെ കാണാൻ തോന്നി, അങ്ങനെ പോയത്. രാജൻ മിനിസ്റ്ററിയും അതുപോലെ മുഖ്യമന്ത്രി കണ്ടേ, അവർ പറഞ്ഞതെന്താ? ഇപ്പോഴും സ്മൃതി പരുത്തിക്കാട് പറയുന്നത് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയത് തന്നെ എന്നാണ്, അല്ലേ? ഇലക്ഷൻ സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ട് അവരെ അങ്ങോട്ട് കൊണ്ടുപോയത് തന്നെ എന്നാണ് ഇപ്പോഴും സ്മൃതി പരുത്തിക്കാട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതല്ലാതെ ആ വയനാട്ടുകാരോട് താൻ നാടകം കളിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു 4, 5, 6 ജനങ്ങളോട് ഒന്ന് പരസ്യമായിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ആ വാക്കവിടെ പ്രയോഗിക്കാൻ പാടില്ലായിരുന്നു, അത് സന്ദർഭത്തിന് യോജിച്ച വാക്കല്ലായിരുന്നു. ഒരു പക്ഷേ സ്പീഡിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും വിജയിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അബദ്ധങ്ങൾ സംഭവിക്കുക, ടങ്കിന് ഒരു സ്ലിപ്പ് സംഭവിക്കുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതേസമയം എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ സോറി പറയുക, മാപ്പ് പറയുക, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് മനുഷ്യത്വമാണ്, അത് ദൈവികമാണെന്ന് പറയും. ഞാൻ ദൈവവിശ്വാസമൊന്നുമില്ല, പക്ഷേ ഇവിടെ ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്നു. നോക്കൂ സുഹൃത്തുക്കളെ, ഇപ്പോഴും അവരോട് മാപ്പ് അല്ലെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു വാക്ക് പറയാൻ അവർക്ക് തോന്നുന്നില്ല എന്നതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ. ശവം തൂക്കികളുടെ കയ്യിൽ നിന്ന് അച്ചാരവും വാങ്ങിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ കുത്തിയിരിക്കുന്നതെങ്കിൽ ആ ദുരന്തം ബാധിച്ചവർ എന്ത് പൊലയാട്ടും പറയാം തങ്ങളുടെ ഈ നാവ് കൊണ്ട് എന്നാണ് അവർ ചിന്തിച്ചതെങ്കിൽ, എൻ്റെ പൊന്നു സ്മൃതി, 2 അക്ഷരങ്ങളാണ്, ഒരുപക്ഷേ നമ്മുടെ മലയാള ഭാഷയിലെ ഏറ്റവും സൗന്ദര്യമുള്ള അക്ഷരങ്ങളാണ് മാപ്പ്. ബൈ.